ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇന്നലെ എടുത്ത വീഡിയോ ആണ്, പക്ഷെ എന്നാണ് ഇടുന്നത്. കാരണം നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള മടി. പിന്നെ അതിനെ എൻ്റെ കുടുംബത്തിൽ കാക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് വെട്ടിച്ചത് വരെ കൊണ്ടാക്കി. അവിടുന്ന് ഞങ്ങൾ നേരെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ തിരൂരിൽ നിന്നാണ് കയറാമെന്ന് വിചാരിച്ചത് ട്രെയിനിൽ. അപ്പം ഞങ്ങൾ തിരൂർക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ചെറിയ കുട്ടി. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടോ അവളെ. പിന്നെ ഞങ്ങൾ തിരൂരെത്തിയേക്ക് കുറച്ച് നേരം നിർത്തി. കാരണം എന്താണ്, എൻ്റെ അമ്മാൻ്റെ അനിയത്തിക്ക് ഫോൺ മേടിച്ചിരുന്നു പുതിയത്. അപ്പോൾ അതിനെന്തോ കവർ ഇടാനോ സ്ക്രീൻ കാർഡ് ഇടാനൊക്കെ കാണാണ്ട് എന്നോട് നിർത്തിയതാണ് അങ്ങനെ. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കണം. കാരണം ഒരു ട്രെയിൻ അവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേനും ആ ട്രെയിൻ പോയി. എന്നിട്ട് ഞങ്ങൾ വേറൊരു ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഓരോന്നിങ്ങനെ ഞാൻ എൻ്റെ കസിനും ഇങ്ങനെ ഓരോന്നിലാക്കി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറുന്ന ട്രെയിന്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് കോഴിക്കോട് എത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് റീലൊക്കെ എടുത്തു. പിന്നെ ട്രെയിനിൽ കുറേ നേരം 2 മണിക്കൂറായിട്ട് ഇരുന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് മൈ താത്ത. പിന്നെ ഞങ്ങൾ കുറേ പുറത്തേക്കൊക്കെ നോക്കി. ഞങ്ങൾ കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ട്രെയിന് ഓരോരോ സീറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ ഞാനതേ ട്രെയിനിൽ പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ സ്റ്റേഷനിൽ എത്താനായിരുന്നു. അപ്പോൾ എണീച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് നേരെ ഈ മറ്റേ ഇതുണ്ടാവുമല്ലോ ഇങ്ങനെ റെസ്റ്റിംഗ് റൂമ്, അതിലൊക്കെ ഇരുന്ന് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കടയ്ക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ എനിക്ക് പറ്റൊന്നും ഉണ്ടായില്ല. ഞാൻ കുറേ ലേസ് ഇതൊക്കെ നോക്കി, പക്ഷെ അവിടെ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടീനെ ഒറ്റ അറിഞ്ഞത്. പിന്നെ ഓൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോയി. അങ്ങനെ പിന്നെ അവൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടിഞ്ഞോടുന്നു ഇങ്ങനെ ഓരോന്ന് പറയും. പക്ഷെ നമുക്ക് മനസ്സിലല്ലോ. പക്ഷെ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി ആയിരുന്നു. തിരൂരിൽ നിന്ന് കയറിയിട്ട് തലശ്ശേരി ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് വേണം നമുക്ക് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറി പേട്ടയ്ക്ക് പോയിട്ട് അവിടുന്ന് സിദ്ധാപുരത്തേക്ക് ബസ് കയറി അങ്ങനെ പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ നോക്കി കുറേ. അപ്പോൾ അവിടെ കുറേ ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായില്ല. കാരണം ഓട്ടോറിക്ഷ വലുതിലൊന്നും ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഫുള്ളായിട്ട് കൊള്ളൂല പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് ഇങ്ങനെ നടന്ന്. പിന്നെ ഞങ്ങളൊരു വാനുമാരിലുള്ളൊരു വണ്ടി ഉണ്ട്, ഒരു യെല്ലോ കളറ്. അപ്പോൾ അതിലവർ പറഞ്ഞ് 4 പേര് കയറാൻ പാടുള്ളൂ. പക്ഷെ ഞങ്ങൾ എത്ര 6-7 പേര് കയറിയിട്ടുണ്ട്. ഞങ്ങൾ വലിയവർ മാത്രം 7 ആൾക്കാർ കയറി. അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തി. പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഈ വണ്ടി പിടിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ പോരായിരുന്നു. ഇത് അത്യാവശ്യം ഇളകുന്നൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഫോൺ ചെറുതായിട്ട് ഷെയ്ക്കൊക്കെ ആവുന്നത്.
അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കൊക്കെ എത്തി. കുറേ കഴിഞ്ഞേക്ക് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ ടൈം പോകണേ അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നോക്കിന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ എത്താൻ ഇങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെത്തി. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് തന്നെ കുറേ ബസ്സുകളുണ്ട്. ഉള്ളിലാണെങ്കിൽ SRS, KSRTC അങ്ങനത്തെ വലിയ വലിയ ബസ്സസൊക്കെ ഉണ്ട് ഉള്ളിൽ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഓട്ടോയിൽ കൊണ്ടുപോയാക്കിയിട്ട് ഇവിടെയാണ് നിർത്തുക. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നേരെ ബസ് കയറാൻ നിൽക്കുമായിരുന്നു. എന്നിട്ട് നേരെ ഒരു ബസ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ കയറിയത്. ഭയങ്കര വെയിലായിരുന്നു. അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ഇപ്പോൾ ഒരു 10-11 മണിയായിട്ടായിരുന്നു. 12 മണിയോ 11 മണിയായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഒരു യെല്ലോ വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ബസ്സിലാണ് കയറുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇരുന്നിരുന്ന ആ സീറ്റിലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മുട്ടായിയൊക്കെ കഴിച്ചു. ഒരു നാരങ്ങൻ്റെ അത് മുട്ടായിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഓരോന്ന് എഴുതിയിട്ട് പിന്നെ കുറച്ചിനേക്ക് എന്താണ് അവർ പറഞ്ഞ് വേറെ സീറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെറുതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഫ്രണ്ടത്തൊരു സീറ്റിലേക്ക് ഇരുന്നു. ഞാനിനും മറ്റവരൊക്കെ വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ ഇവളുടെ ഡ്രസ്സൊക്കെ ഒരു കൊടുത്തിരുന്നു. കാരണം അവൾക്ക് ചൂടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഇതിനേക്ക് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. നമ്മുടെ ചുരത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. ഇതൊക്കെ ചുരത്തിന് മുമ്പേ ഉള്ളതാണ്. ചുരത്തിന് മുമ്പ് തന്നെ കാടുമാറ്റി തോന്നും. പക്ഷേങ്കിലും അവിടെ ചുരമെല്ലാം അത് കഴിഞ്ഞിട്ടാണ്. അവിടെ ഒരു കട ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ എല്ലാ ബസ്സസും നിർത്തും. അത് കഴിഞ്ഞേക്കാണ് ഫോറസ്റ്റ്. ആ കടൻ്റെ മുമ്പ് ഒരു ഇതുണ്ട്, എന്താ പറയുക, ആൾക്കാരെ സോൾജിയേഴ്സൊക്കെ നിൽക്കുന്ന സ്പേസ് ഉണ്ട്. പിന്നെ ഞാനത് ഇവൾ ഉറങ്ങിയിട്ട് കേട്ടോ. ഞാനത് ചുരത്തില്ല ചുരത്തിന് മുമ്പുള്ള സ്പേസാണ്. പിന്നെ എന്താണ് ഞങ്ങളവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കടയുണ്ട് തന്നെ. ആ കടൻ്റെ അവിടെ നിർത്തി. അപ്പം ഞങ്ങൾ അവിടുന്ന് നടന്ന് ആ ഒരു കടൻ്റെ അടുത്തേക്ക് പോയി. ഇവിടുന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിക്കും. ഇങ്ങനെ ഇരുന്ന് തിന്നു. ഇവിടെ എല്ലാ ബസ്സുകാരും നിർത്തും കേട്ടോ. ഞാൻ ലൈം സോഡയും ഈ മുട്ടായിയും പിന്നെ കുറച്ച് ജ്യൂസ് എനിക്കല്ല കുട്ടിക്ക് കൊടുത്തായിരുന്നു കുറച്ച് ജ്യൂസ്. പിന്നെ ഞങ്ങൾ എല്ലാ മുട്ടായിയൊക്കെ തിന്നേ. അപ്പോഴത്തേന് പൈസ നയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പരിപ്പുവട അങ്ങനെ കുറേ സാധനങ്ങൾ തിന്നു. പിന്നെ ഫോറസ്റ്റ് എത്തി കേട്ടോ. ഞാൻ ഫിനോൻ്റെ അടുത്ത് ഓറഞ്ച് നിങ്ങൾ കണ്ടിട്ട് ഫൈസ ഇതൊക്കെ പറയും. അങ്ങനെ പിന്നെ കുറേ പോകുമ്പോൾ കുറേ കുരങ്ങിൻ്റെത് നോക്കി. പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു എന്താ പറയുക ചീസ് ബണ്ണ് കഴിച്ചിട്ടുണ്ടായി ഞങ്ങൾ. കുരങ്ങനെ കണ്ടോ അറിയില്ല. കുരങ്ങനെ പോയി. പിന്നെയാണിത് ഇവിടെ ആനൻ്റെ ബോർഡൊക്കെ ഉണ്ട് നിറച്ചും. ഇവിടെ 1 മീറ്ററിന് ആമ, പിന്നെ അതേമാതിരി ആന, മുയൽ അങ്ങനെ ഓരോന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിറച്ചും ബോർഡുണ്ടാവും. പക്ഷെ കുരങ്ങനെ ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് ഞങ്ങളെപ്പോൾ പോകണമെങ്കിൽ ഞങ്ങൾ കാണും. ഒരു പ്രാവശ്യം പോലും പോകുമ്പോൾ കുരങ്ങനെ കാണാതിരുന്നിട്ടില്ല. എപ്പോൾ പോവുകയാണെങ്കിലും കുരങ്ങനെ കാണും. അപ്പോൾ ഇവൾ കുരങ്ങനെ കാണുമ്പോൾ എപ്പോൾ ഒച്ചുണ്ടാക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറേ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ മെയിൻ ചെയ്യുന്നില്ല. എത്ര വിളിച്ചിട്ടുകൾ മെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിത് എനിക്ക് കുരങ്ങനെ ഇതാൻ വേണ്ടി പോകുന്നു. കുറേ കുരങ്ങനെ കണ്ടപ്പോഴൊക്കെ ഫോൺ എടുക്കുമ്പോഴത്തേന് ഡ്രൈവർ ഭയങ്കര സ്പീഡിൽ പോകും. പിന്നെ സ്പീഡ് കുറഞ്ഞപ്പോൾ കിട്ടിയ ഒരു കുരങ്ങിൻ്റെ ഫോട്ടോ ആയിരുന്നു അത്. പിന്നെ ഞങ്ങളുടെ കൂർക്കെത്തി. അതായത് കൂർഗേറ്റ് ആ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ കർണാടക എത്തി. അപ്പോൾ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്, കർണാടകയിൽ. കർണാടക ഒരു സ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ ആ സ്റ്റേറ്റിൽ കുറേ ഡിസ്ട്രിക്റ്റ് ആണല്ലോ, അതേപോലെ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ ഇതിൽ കുറേ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നിറച്ചും തേയിലത്തോട്ടം അങ്ങനത്തെ കൃഷികളൊക്കെയാണ്. ഇവിടെ കുറേ ആൾക്കാർ തേയിലൊക്കെ ഇവിടെ അധികം കുറവാണ്. പിന്നെ കാപ്പി, പിന്നെ അതേമാതിരി ഓറഞ്ച്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൃഷി ചെയ്യുന്നവരാണ്. അതിന് പിന്നെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാക്കി. പിന്നെ തേയിലത്തോട്ടം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറേ വീഡിയോ എടുത്തു. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടേക്ക് എത്തിയേക്ക് ഒരു തണുപ്പ് ഫീൽ, കാരണം റിയലി തണുപ്പാണ്. കാരണം ഇതാണ് ഇവിടെ നിറയെ മരങ്ങൾ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളല്ലേ, അതുകൊണ്ട് ഇവിടെ